നമ്മുടെ ഡിസൈൻ വെച്ചിട്ട് ഡ്രസ്സുകൾ നമുക്ക് വിറ്റാലോ? പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. എന്താണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ്? അതായത് നമ്മളുടെ ഒരു ഡിസൈൻ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയൊരു ഡിസൈനാണ്. അത് ഈ ടീഷർട്ടിൽ കാണുന്ന പോലെ ഡിസൈനാക്കി നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. അത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ കസ്റ്റമറിന് സെല്ല് ചെയ്യുന്നു. നമ്മൾ കയ്യിൽ പോലും മേടിക്കുന്നില്ല. അതിനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിൽ ഗൂഗിളിൽ കിക്ക് ഇങ്ക് QIKINK ഇതാണ് ആ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതല്ലാതെ വേറെ 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെബ്സൈറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ കിക്കിംഗ് ഗൂഗിളിൽ അടിക്കുമ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അതാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇൻ ഇന്ത്യ ഫോർ ടീഷർട്ട്സ് ആൻഡ് ഹുഡീസ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഡാഷ്ബോർഡാണ് വരുന്നത്. ഈ ഡാഷ്ബോർഡിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൊഡക്ട്സൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ വരുന്ന പ്രൊഡക്ട്സ് കണ്ടോ, ടീഷർട്ട്സ് ഉണ്ട്, പിന്നെ ചില ആക്സസറീസ് ഉണ്ട്. ഇതിൽ ടീഷർട്ട്സിൽ നമ്മൾ ആദ്യം പോയി കഴിയുമ്പോൾ ആണുങ്ങളുടെയും സ്ത്രീകളുടെയും ഉണ്ട്. 2 ടീഷർട്ടുകളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അതിൽ ഈ ടീഷർട്ടിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നതുണ്ടോ, യുവർ ഡിസൈൻ ഹിയർ. നമുക്ക് നമ്മുടെ ഡിസൈൻ അതുപോലെ ടീഷർട്ടിൻ്റെ മുമ്പിലോ മറ്റേ കൈയുടെ സൈഡിലും ഒക്കെ ആയിട്ട് നമുക്കിതുപോലെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പോളോ ടീഷർട്ട്സ് ഉണ്ട്. ഇവരുടെ വേറെ കുറച്ച് പ്രൊഡക്ട്സ്, ഇപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ചില ഓർണമെൻറ്റ്സ്, ആക്സസറീസ് ഒക്കെ ഉണ്ട്. അതുപോലെ നോട്ട്ബുക്ക്, അതുപോലെ സ്കാർഫുകൾ, പല ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ ഡിസൈൻ അതിനകത്ത് കൊടുത്തിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കിഡ്സിൻ്റെ ക്ലോത്തിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ പല ഐറ്റംസ് ഉണ്ട്. ഇതിൽ കിഡ്സിൻ്റെ തന്നെ പല ടൈപ്പ് ഡ്രസ്സുകളുണ്ട്. അതുപോലെ പെറ്റ്സിൻ്റെ ആക്സസറീസുകൾ അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തൊക്കെ നമ്മുടെ ഡിസൈനുകൾ പ്ലേസ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ എടുക്കുന്നത്, ഡിസൈൻ എങ്ങനെയാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്നെല്ലാം ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആഡ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുകളിൽ തന്നെ ഒരു ടൂൾ ബാർ കാണുന്നതാണ്. അപ്പോൾ അതിനകത്ത് അപ്ലോഡ് ഡിസൈൻ ഫയൽ എന്ന് കാണിക്കും. അപ്പോൾ നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ജെമിനിയിൽ നിന്ന് ക്രിയേറ്റ് ഡിസൈൻ ഫോർ ടീഷർട്ട് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസൈന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഡിയ നമുക്ക് ഇമേജായിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ അപ്ലോഡ് ഇമേജിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ അവിടെ വന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇമേജ് എപ്പോഴും ഒരു 300 dpi മുകളിലുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിലാണ് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ 300 dpi മുകളിലുള്ള ഇമേജ് ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കതെങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഡിസൈൻ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിലിപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഒരു ടീഷർട്ടിൽ ഇങ്ങനെ നമ്മുടെ ഡിസൈൻ അപ്ലൈ ചെയ്യാമെന്ന് കാണിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ഒരു ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടീഷർട്ട് എടുക്കാം, സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടാവും. അതിൻ്റെ ബേസ് പ്രൈസ് ഉണ്ടാവും. ആ ബേസ് പ്രൈസാണ് നമ്മൾ കൊടുക്കേണ്ട പ്രൈസ്. ഇനി നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൈസ് നമുക്കവിടെ കൊടുക്കാം. ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് 252 രൂപ എന്ന്. അപ്പോൾ നമ്മുടെ പ്രൈസ് നമുക്ക് താഴെ ഇതിനകത്ത് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇട്ടതാണ്, ഞാൻ കാൽക്കുലേറ്റും ചെയ്ത് നോക്കിയില്ല. ഇതിനകത്ത് ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ അഡീഷണൽ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം നോക്കി നമുക്ക് നമ്മുടെ പ്രോഫിറ്റും കൂടെ കണക്ക് കൂട്ടിയിട്ട് വേണം നമുക്കവിടെ നമ്മുടെ വാല്യൂ അടിക്കാനായിട്ട്. അപ്പോൾ ഓരോ കളറിനും പല പല റേറ്റാണ് കാണിക്കുന്നതിൽ. അപ്പോൾ നമ്മളൊരു ടീഷർട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഡിസൈൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട ഡിസൈൻ നമ്മളവിടേക്ക്
കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ടീഷർട്ടിൽ ആ ഡിസൈൻ വന്നു. നമുക്ക് 300 DPIക്ക് മുകളിലുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തത്. അതുപോലെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്ന സൈഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡ്, അതുപോലെ ബാക്ക് സൈഡ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് സേവ് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അവിടെ സേവ് ആവും. അപ്പോൾ നമ്മുടെ ഡിസൈനും നമ്മുടെ പ്രൊഡക്റ്റും അതവിടെ സേവ് ആവും. ഇനി നമ്മൾ വാട്സപ്പിൽ ത്രൂ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ WooCommerceൻ്റെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാവും. നമുക്ക് ഈ 2 കാര്യങ്ങളുമായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ വാട്സപ്പിൽ നമുക്കൊരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമുക്കിതിനകത്ത് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് അവരുടെ അഡ്രസ്സ് കൊടുത്ത് ഡയറക്റ്റ് നമുക്ക് ഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഓർഡർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി ഹോം പേജിൽ തന്നെ ന്യൂ ഓർഡർ എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഓർഡർ ID, അത് നമ്മൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഓർഡർ ID ഉണ്ടാവും. ആ ID നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ വിസിബിൾ ആണ്. അപ്പോൾ അതിന് ഏത് പ്രൊഡക്റ്റ് ആണോ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ കസ്റ്റമറിനെ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള താഴേക്കുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഡൊമസ്റ്റിക് ഷിപ്പിങ്, അപ്പോൾ ആഡ് ന്യൂ കസ്റ്റമർ എന്നുള്ളിടത്തൊക്കെ നമ്മളത് ചെയ്യുക. പിന്നെ നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസിൽ ഓർഡർ IDയും എൻ്റർ യുവർ ഓർഡർ വാല്യൂ, നമ്മൾ എത്ര രൂപയ്ക്കാണോ കൊടുക്കാൻ ഉള്ളത് അതും അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വയ്ക്കണം. ഇതാണ് പിന്നെ ഇൻ്റഗ്രേഷൻ. നമുക്ക് ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടെങ്കിലോ WooCommerceൻ്റെ സ്റ്റോർ ഉണ്ടെങ്കിലോ നമുക്ക് ഈ വെബ്സൈറ്റുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. അപ്പോൾ ഷോപ്പിഫൈ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ക്വിക്കിങ്ങിൻ്റെ ആപ്പ് ഷോപ്പിഫൈ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഷോപ്പിഫൈയിൽ വരുന്ന ഓർഡർ നമുക്കിവിടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.